ഹലോ, നമസ്കാരം. അപ്പൊ ഇന്നത്തെ വിഷയം നമുക്ക് തൈറോയിഡിനെ കുറിച്ചിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. തൈറോയിഡ് യഥാർത്ഥത്തിൽ എന്താണ്, ഏതെല്ലാം തരം ടെസ്റ്റ് ഉണ്ട്, എന്താണ് അത് ഉണ്ടാവാൻ കാരണം, അതുകൊണ്ട് ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതിന് വല്ല പരിഹാരങ്ങൾ ഉണ്ടോ, മരുന്ന് മറ്റേ അലോപ്പതിയിൽ ശരിക്കും തൈറോയിഡ് സപ്ലിമെന്റ്സ് തന്നെയാണ് ശരിക്കും. ആ ഹോർമോണിന്റെ സപ്ലിമെന്റ് അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സകല ചോദ്യങ്ങൾക്ക് ഉള്ള ഒരു ചെറിയൊരു മറുപടി ആയിട്ട് ഞാൻ ഈ എപ്പിസോഡ് ഇടാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അനേക ആ, വ്യാധികളെ കുറിച്ചിട്ട് അറിവ് കിട്ടാനും അതിന് എന്തെങ്കിലും പൊടികൈകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ. ആക്ച്വലി അത് മെഡിസിൻ അല്ലാന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കാം. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ് കൊടുക്കുന്നത്. നാച്ചുറൽ സപ്ലിമെന്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നാച്ചുറൽ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരത്തിലുള്ള കുറവ് നമ്മൾ നികത്തുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയോ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് പല രോഗത്തിന് നമുക്ക് ആശ്വാസം ലഭിക്കാറുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ലഭിക്കോ? ഇല്ല. എന്താ കാര്യം വെച്ചാൽ യഥാർത്ഥത്തില് രോഗം വരുന്ന സമയത്ത് ഒരു 10-20 വർഷം മുൻപേ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ആ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതോടുകൂടി തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി വന്നു കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ അത് ശരീരത്തിൽ ഓൾറെഡി ഡാമേജ് വല്ലാണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പിന്നെ ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ അത് ഒന്നില്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു രീതിയിൽ, അലോപ്പതി രീതിയിൽ തന്നെ നമ്മൾ പോകണം. അപ്പൊ ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അടുത്ത ചോദ്യമുണ്ട്. 100%. കാരണം ഇത് മരുന്നല്ല. ഇത് തൈറോയിഡുകാർ തന്നെ കഴിക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും ഇല്ല, ആർക്കും കഴിക്കാം. അപ്പൊ മഞ്ഞൾ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ഇന്ന വ്യക്തിക്ക് അങ്ങനെ ഒന്നും മാനദണ്ഡമില്ലല്ലോ. ഇതേ പ്രകാരം പല പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ഇന്ന വർഗമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് അങ്ങനെ ഒന്നുമില്ലല്ലോ. ആകെയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഷുഗർ രോഗികൾക്ക് നമ്മൾ വല്ലാതെ പഴുത്ത ഫലവർഗ്ഗങ്ങൾ കൊടുക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കഴിക്കുന്നവരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, കർശനമായിട്ട് നിയമം പാലിക്കുന്ന വ്യക്തികൾ വളരെ കുറവാണ്. ഉം, പക്ഷെ ഒന്ന് മാത്രം മനസ്സിലാക്കുക, മെഡിസിൻ ഒരു രോഗത്തിനെ വഷളാവാണ്ടിരിക്കാൻ, അതിനെ തടയാൻ ഉള്ള ഒരു മാർഗമാണ്. അതിന്റെ അപ്പുറത്ത് എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത ശൈലി നമ്മൾ മാറ്റുന്നത്, അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് പലതിനും റിലീഫ് കിട്ടുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ വലിയ വലിയ കാര്യങ്ങൾ എടുക്കത്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ആണെങ്കിലും ഷുഗർ അങ്ങനെയുള്ള പലതും ചെയ്യുക എത്ര സിമ്പിളാണ്. ഒരു 20 മിനിറ്റ് വൈകിട്ട് ബ്രിസ്ക് വാക്കിംഗ്, കയ്യും കാല് വീശിയിട്ട് നടക്കാന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമുള്ള കാര്യമാണ്. കൂടിയാൽ ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ചെയ്തതിന് ശേഷം പല കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രശ്നക്കാർ. അപ്പൊ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം തൈറോയിഡ്. അത്യാവശ്യം പണ്ട് കുറവ് ആൾക്കാർക്കായിരുന്നു, പക്ഷെ ഇപ്പൊ അത് കൂടുതൽ കൂടുതൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ സംഭവം ഒന്ന് അറിയണം. അപ്പൊ ഈ പടത്തിൽ നമുക്ക് കാണാം, എന്താണ് ഇതിൽ കാണുന്നത്, ഒരു വ്യക്തിന്റെ കഴുത്ത് ഭാഗം കാണിച്ചിരിക്കുക അല്ലെ. അന്നനാളം അങ്ങനെ താഴ്ത്തിക്ക്, ശ്വാസകോശത്തിന്റെ ഒരു നാളം അത് എങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതിന്റെ ചുറ്റും ബട്ടർഫ്ലൈ രൂപത്തിൽ ഒരു ഗ്രന്ഥി ഉണ്ട്. ഒരു ആ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ ഈ തൈറോയിഡ് ഗ്രന്ഥിക്ക് തകരാറ് വരുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്താ വെച്ചാൽ രണ്ട് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇതല്ലാതെ അനേക വെറൈറ്റി ഉണ്ട്, പക്ഷെ കോമൺ രണ്ട് വെറൈറ്റി ഉണ്ട്. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉള്ളത് ഹൈപ്പോ തൈറോയിഡിസം ആണ്. വളരെ കുറവ് ആൾക്കാർക്കാണ് എന്ത്, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ അവരെ തൈറോയിഡിന്റെ ഹോർമോൺ അമിതമായ രൂപത്തിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. പക്ഷെ മിക്ക ആൾക്കാർക്കും അത് കുറവാണ്, മെജോറിറ്റി ആൾക്കാർക്ക്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് കോമൺ ആയിട്ട് തൈറോക്സിൻ, പിന്നെ തൈറോഫോം അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തമായ മെഡിക്കേഷൻ. അതെന്താ സാധനം എന്ന് കൂടെ നിങ്ങൾ അറിയണം. അത് നിങ്ങളുടെ ശരീരം തൈറോക്സിൻ
തോക്സിൻ അല്ലെങ്കിൽ തൈറോയിഡിന്റെ ഹോർമോൺസ് ഉണ്ടാക്കുന്നില്ല. ആ ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് നമുക്ക് ഡോക്ടേഴ്സ് എഴുതി തരുന്നതാണ്. പലർക്കും അത് 10-20 mg വെച്ചിട്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, 10-20 പോയിട്ട് പതുക്കെ പതുക്കെ 40ആയി, 50-60ലേക്ക് പോയി, 100ലേക്ക് പോയി, 120 പോയി. അങ്ങനെ കൂടാന്നല്ലാതെ അത് കുറയുന്ന ലക്ഷണങ്ങൾ നമ്മൾ കാണാത്തതിന്റെ മെയിൻ കാരണം നമ്മുടെ കയ്യിലാണ്. നമ്മൾ അത് മനസ്സിലാക്കണം. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഒന്ന് ഡിസ്കവർ ചെയ്യാം. ഹൈപ്പോ തൈറോയിഡിസം. അപ്പൊ എന്താ വെച്ചാൽ ഇതില് തൈറോയിഡിന്റെ ഇതില് കുറവാണ്, പ്രൊഡക്ഷൻ കുറവാണ്. കോമൺ ആയിട്ട് കാണുന്നത് എന്താ വെച്ചാൽ മുടി കൊഴിച്ചൽ ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, അതേ പ്രകാരം തന്നെ പെട്ടെന്ന് തണുപ്പ് തോന്നുക, ഉഷ്ണം ഉണ്ടെങ്കിൽ പോലും തണുക്കണ പോലെ തോന്നുക, ശോധനയ്ക്കുള്ള ബുദ്ധിമുട്ട് ചിലവർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലവർക്ക് വളരെ ലൂസായിട്ടും പോവും. അപ്പൊ രണ്ടും എക്സ്ട്രീം ആണ്. എന്ന് പറഞ്ഞാൽ വൻകുടലിൽ വരുന്ന ചെറിയൊരു തകരാറ്, ഇൻക്രീസ്ഡ് കൊളസ്ട്രോളിന്റെ അളവ്. നമ്മൾ സംഗതി പല വ്യക്തികൾ പറയാറുണ്ട്, സാറേ ഞങ്ങൾ മാംസാഹാരം കാര്യങ്ങളില്ല, വറുത്തതില്ല, എന്നിട്ടും കൊളസ്ട്രോൾ എങ്ങനെ കയറുന്നു. റിയാലിറ്റിയാണ്. അപ്പൊ അതിന്റെ ഒരു ഫാക്ടർ തൈറോയിഡിന്റെ ഒരു ഫങ്ഷൻ. പിന്നെ വെയിറ്റ് ഗെയിൻ, ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ പോലും തടി വെച്ചുകൊണ്ടിരിക്കുക. പല ആൾക്കാരുടെ വിചാരം അത് ഈ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്ന കാരണം കൊണ്ടാണോ എന്നുള്ളൊരു തോന്നൽ. ഇല്ല കേട്ടോ, മരുന്ന് കഴിച്ചുകൊണ്ടൊന്നും ആ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം അത് മരുന്നല്ല, അത് നിങ്ങളുടെ ഹോർമോണിന്റെ സപ്ലിമെന്റ് ആണ്. നിങ്ങളുടെ ബോഡി ഉണ്ടാക്കാത്തതിന്റെ ഹോർമോണിന്റെ സപ്ലിമെന്റ് ആണ്, അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടല്ല തടി വെക്കുന്നത്, തൈറോയിഡിന്റെ മാൽഫങ്ഷൻ കാരണം കൊണ്ടാണ് തടി ഉണ്ടാവുന്നത്. അവിടെ എന്താണ് ഉണ്ടാവുക വെച്ചാൽ ആനാബോളിസത്തിന്റെ ആക്ടിവിറ്റി കൂടാണ്, കാറ്റബോളിസത്തിന്റെ ആക്ടിവിറ്റി കുറയാണ്. സ്കിന്നിൽ ഡ്രൈനെസ് ഉണ്ടാവും. പല വ്യക്തികൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും. ഇപ്പൊ ഡ്രൈ സ്കിൻ എക്സീമ എന്ന് പറഞ്ഞിട്ട് പലരും പല ട്രീറ്റ്മെന്റുകൾ നോക്കും, എന്നിട്ടും ഫലിക്കാത്തത് വാസ്തവത്തിൽ നോക്കുമ്പോൾ തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്താൽ തൈറോയിഡിന്റെ ടെസ്റ്റിൽ ചിലപ്പോൾ കാണണം എന്നില്ല, എന്നാലും തൈറോയിഡ് ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം, കൊച്ചു കുഞ്ഞുങ്ങളിൽ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും പഠിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നതിന്റെ മെയിൻ കാരണം തൈറോയിഡിന്റെ ഫംഗ്ഷനിൽ ചെറിയൊരു വേരിയേഷൻ ആണ്. ഓർമ്മ കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൈറോയിഡ് ഫംഗ്ഷൻ ആണ്. പക്ഷെ ഇത് ലാബ് റിസൾട്ടുകളായി തെളിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോകും. അപ്പോഴേക്കും നിങ്ങൾ സീരിയസ് സ്റ്റേജിലേക്കാണ് കടന്നത്. പക്ഷെ ഇതിന്റെ സിംറ്റംസ് വളരെ നേരത്തെ കാണിക്കാറുണ്ട്. മെന്റൽ ഇൻസ്റ്റെബിലിറ്റി, പെട്ടെന്ന് അരിശം വരാ, ഡിപ്രഷൻ തോന്നാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഹൈപ്പർ തൈറോയിഡിസത്തില് വെയിറ്റ് കുറയാണ് ചെയ്യുക. കോമൺ ആയിട്ട് എൻസൈറ്റി ഉണ്ടാവും. പിന്നെ അവരെ സ്കിന്ന് മോയിസ്റ്റ് ആയിരിക്കും, എപ്പോഴും നനവുള്ള ഒരു സ്കിന്ന് എന്ന് പറഞ്ഞാൽ വേർപ്പുമല്ല എന്നാ ഇത്. അങ്ങനെ അവർക്ക് വളരെ വേർക്കന ശരീരമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരുടെ സ്കിന്ന് വല്ലാണ്ട്. പിന്നെ മുടിയൊക്കെ വളരെ എന്താന്ന് പറയാ, ചകിരിഞ്ഞാര് പോലെ ആവും, ഉറക്കക്കുറവ്, അങ്ങനെയുള്ള പല വിഷയങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് കൂടുതൽ കവർ ചെയ്യുന്നത്. ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ പോലും ഈ ഹോർമോണിന്റെ ഗ്രന്ഥി, ഈ ഹോർമോൺ ഉണ്ടെങ്കിൽ ഗ്രന്ഥിനെ നമുക്ക് ഒന്ന് പഠിച്ച് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാം. തൈറോയിഡ് പ്രോബ്ലംസ് സ്റ്റെം ഫ്രം ഓട്ടോ ഇമ്മ്യൂൺ അറ്റാക്സ്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ ഇന്നത്തെ ആഹാര രീതിയും കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചേ, നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണിക്കുന്ന സമയമൊക്കെ എത്ര മണിയാണ്? ശരിക്കും പുലർച്ചയ്ക്ക് എണിക്കണം. സൂര്യൻ ഉദിക്കുന്ന സമയം ആവണ സമയത്ത് തന്നെ നമ്മൾ റെഡി ആയിരിക്കണം. അപ്പൊ ഏകദേശം 5-5:30 ആവുമ്പോഴേക്ക് യു മസ്റ്റ് ബി ഓൺ യുവർ ഷൂസ്. പക്ഷെ നമ്മളൊക്കെ കിടന്നുറങ്ങി എണിക്കുന്നത് എന്താ കാര്യം വെച്ചാൽ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. പ്രകൃതിയുടെ നിയമം ഇന്നും പ്രകൃതി പാലിക്കുന്നുണ്ട്. പക്ഷികളും മൃഗങ്ങളും ഒക്കെ കറക്റ്റ് ടൈം പാലിക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവര് കൂടുകളിലും മടങ്ങുന്നുണ്ട്. പക്ഷെ ഇത് അസ്തമിച്ച് കഴിഞ്ഞാലും കണ്ണി കണ്ട സീരിയലും സിനിമയും ഒക്കെ കണ്ട് കിട്ടാവുന്ന വസ്തുവൊക്കെ വെട്ടി മിണുങ്ങി കെടുക്കുന്ന വ്യക്തികൾ നമ്മൾ തന്നെയാണ്. പ്രകൃതിന്റെ എതിരെ നമ്മൾ പോയ കാരണം കൊണ്ടാണ്. ഇവിടെ കോമൺ ആയിട്ട് ചിന്തിക്കുക. ഞാൻ പറയുന്ന ഒരു ഫാക്ടർ നിങ്ങൾ ഒന്ന് വെറുതെ സ്റ്റഡി ചെയ്ത് നോക്കാം. പഴയ കാലത്ത് ടെലിവിഷൻ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ശരിക്കും ഏഷ്യാഡ് ഒളിമ്പിക്സ്, ഗ്യാനി സെയിൽ സിംഗ് ഒക്കെ ഉള്ള സമയത്താണ് ശരിക്കും കളർ ടെലിവിഷൻ വരുന്നത്. അതിലും കുറച്ച് മുൻപ് നമ്മുടെ ടെലിവിഷൻ ഈ ഇതിലേക്ക് വന്നു. അന്ന് ആകെ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ. അതിൽ ആകെ ഒരു സീരിയലും ഒരു
ന്യൂസ് അങ്ങനെ ഉണ്ടായിന്ന് മാത്രം ഇന്ന് നൂറുകണക്കിന് ചാനൽ, നൂറുകണക്കിന് സീരിയൽ, നൂറുകണക്കിന് വെറൈറ്റി. അപ്പൊ എന്താ ഉണ്ടായിച്ചാൽ എത്ര കണ്ടാലും മതിയാവാത്തത്. പല ടി വി ചാനൽക്കാര് എൻ്റെ കൂട്ടുകാരാണെങ്കിൽ അവരോട് ചോദിച്ചപ്പോൾ അവർ എന്നോട് സങ്കടം പറഞ്ഞത്, സാറേ ഈ മനുഷ്യന്മാര് രാത്രി കിടന്നുറങ്ങുന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും പൈസ ഉണ്ടാക്കാം. എന്താ കാര്യം 1 മണി 2 മണിക്കൊക്കെ ഞങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് എന്തെങ്കിലും സീരിയലുകൾ ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ഉറങ്ങാതെ അത് കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് പരസ്യത്തിൽ നിന്ന് അത്രയും കോടികൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, അവരെ ബിസിനസ്സാണ് നോക്കുന്നത്, പക്ഷെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കാണ്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. മൃഗങ്ങളും പക്ഷികളും പോലും സമയം, ഞാൻ എപ്പോഴും പറയും, വൈകിട്ടുള്ള ആഹാരം, വേവിച്ച ആഹാരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കണം. സാധിക്കാവുന്ന വ്യക്തികൾ ആ സമയത്ത് ചെയ്യുക. എല്ലാവർക്കും സാധിക്കണം എന്നില്ല. ട്രാവലിംഗ് ആണ്, അങ്ങനെ പലതുണ്ട്. കടയിൽ നിൽക്കുന്നു, ഓട്ടോറിക്ഷ ഓടിക്കുന്നു, അവർക്ക് പറ്റണം എന്നില്ല. പക്ഷെ പറ്റാത്തവർക്ക് അതിൻ്റെതായ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ എൻ്റെ വയറ് സംബന്ധിച്ചുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും അതിന് എന്തൊക്കെ സൊല്യൂഷൻസ് കേട്ടോ. അപ്പൊ എൻ്റെ യൂട്യൂബ് ചാനലിൽ മലയാള ഫോൾഡറിൽ നിങ്ങൾക്ക് ഉദര സംബന്ധിച്ചുള്ള വിഷയങ്ങൾ എത്തുക. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞ ഓവർ പ്രൊഡക്ഷൻ. ഹൈപ്പോ എന്താണ്? കുറവ്. ഹൈപ്പർ എന്താണ്? കൂടുതൽ. ഇതാണ് രണ്ട് മെയിൻ ഫാക്ടർ. അപ്പൊ എന്താ കാര്യം ഈ ഹോർമോൺ ശരിക്കും നമ്മുടെ മെറ്റാബോളിസത്തിനെ ആൻഡ് എനർജി ലെവലിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് വിഷയങ്ങളാണ്. നമ്മുടെ തലച്ചോറിന്റെ വലിയ പ്രവർത്തനം പോലും തൈറോയ്ഡ് നിയന്ത്രിക്കാം. നിങ്ങൾ നോക്കിയ തൈറോയ്ഡ് സപ്ലിമെന്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ സംഭവിക്കുന്നത് നോക്കിയേ, നമ്മുടെ ഈ കഴുത്തിന്റെ ഒരു ഗ്ലാൻഡ് ഈ പടത്തിൽ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നോക്കിയേ, അതിന് ലോബ് രണ്ട് സൈഡ്, റൈറ്റ് സൈഡ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ഉണ്ട്, തൈറോയിഡിന്റെ ഗ്ലാൻഡ് എന്ന് നമ്മൾ പറയും. അപ്പൊ സയൻസ് പ്രകാരം ഇത് കൂടുതൽ ഡെപ്തിലേക്ക് വരും. പിന്നെ അത് ട്രക്കിയ എന്ന് പറഞ്ഞാൽ ആ കഴുത്തിൽ നിന്ന് ഇറങ്ങണ നമ്മുടെ നമ്മൾ കഴുത്തിന് മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു എല്ല് മുകളിൽ താഴ്ത്തി ഇങ്ങനെ പോണത് കാണാം മിണുങ്ങാന സമയത്ത് അല്ലേ. അതിന്റെ തൊട്ട താഴത്താണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പടം ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ പല തരത്തിലുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ സർജിക്കൽ റിമൂവൽ, റേഡിയേഷൻ, അങ്ങനെയുള്ള പല തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. ഗോയിറ്റർ അങ്ങനത്തെ ഒരു വെറൈറ്റി. പക്ഷെ ഗോയിറ്ററിൽ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ തൈറോയിഡിന്റെ ഗ്രന്ഥി തന്നെ വല്ലാണ്ട് വലുതാവും, തള്ളി വരും പുറത്തേക്ക്. അത് ശരിക്കും ഈ നോർത്ത് ഇന്ത്യ ഭാഗത്തൊക്കെ കൂടുതൽ കാണും. നമ്മുടെ സൗത്തിൽ കാണാനുള്ള മെയിൻ കാരണം ഒന്ന് അയോഡിന്റെ ഒരു ഡെഫിഷ്യൻസിനെ കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓർഗൻ വലുതാവാണ്. അപ്പൊ അതിനുള്ള പല പ്രക്രിയകളൊക്കെ കാര്യങ്ങൾ നടക്കാണ്. വേറെ അനേക ഫാക്ടർ ഉണ്ട്, തൽക്കാലം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇത് എൻലാർജ് ആവണതിന്റെ മെയിൻ കാരണം കമ്പൻസേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താ ഉണ്ടാവണ വെച്ചാൽ ആക്ച്വലി അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോന്ന് പലരും ചോദ്യം ചോദിച്ചു. ഒരു വല്ലാണ്ട് ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ റിവേഴ്സൽ ബുദ്ധിമുട്ടാണ്. നോർമലി സർജിക്കൽ ഇന്റർവെൻഷൻ തന്നെയാണ്. പക്ഷെ പല വ്യക്തികൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന സപ്ലിമെന്റുകൾ കാരണം കൊണ്ട് നല്ല അത്ഭുത റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെ കേസല്ല ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയാണ്, ഇത് മെഡിസിൻ അല്ല, ആർക്കും ഉപയോഗിക്കാം. ഇപ്പൊ എനിക്ക് തൈറോയ്ഡ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും എനിക്ക് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. കാരണം ആക്ച്വലി ദിസ് ഈസ് ഓൺലി ഫുഡ്, ബട്ട് ഇറ്റ് ഹെൽപ്സ് സർട്ടൻ പീപ്പിൾ. അതിലത്തെ ചില ഇൻഗ്രീഡിയൻസ് ചില വ്യക്തികൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. അപ്പൊ ആ ഇൻഗ്രീഡിയൻസ് വരുന്ന സമയത്ത് ഞാൻ അതിന്റെ കൂടുതൽ ഡെപ്തിലേക്ക് വരാം. വല്ലാണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാതെ പല വ്യക്തികൾ വെക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന കോൾഡ്, അത് റെഗുലർ ആയിട്ട് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് ദയവ് ഇത് സൂക്ഷിക്കുക. അത് പതുക്കെ തൈറോയിഡ് ക്യാൻസറായി മാറും. ഞാൻ ഈ ക്യാൻസർ വരുന്ന സമയത്ത് ആക്ച്വലി ആ തൈറോയിഡ് ഗ്രന്ഥി മൊത്തത്തിലീന്ന് എടുത്തു കളയല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അങ്ങനെ എടുത്തു കളഞ്ഞാൽ പിന്നെ അവരുടെ ബോഡി തൈറോയിഡിന്റെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. പിന്നെ അവര് പെർമനന്റ്ലി ഇതുമേ പോകണം. പക്ഷെ ആ ഗ്രന്ഥി കളയാനുള്ള കാരണം അത് ഇരുന്നാൽ അത് അബദ്ധാണ്. അതുകൊണ്ടാണ് അത് എടുത്തു കളയാൻ കാരണം. ചില വ്യക്തികൾക്ക് തൈറോയിഡിന്റെ നോഡ്യൂൾസ്, അപ്പൊ തൈറോയിഡുമേ മുഴകളൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് നോക്കി, ഇത് ഒരു ഗോയിറ്ററിന്റെ പോലത്തെ ഒരു കേസാണ് അല്ലെ. ഒരു ഹെൽത്തി വ്യക്തി അങ്ങനെയുള്ള ഗോയിറ്റർ ഉണ്ടായിരിക്കുന്ന അവിടെ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താ ഉണ്ടായെച്ചാൽ തൈറോയിഡിന്റെ ഗ്ലാൻഡ് വലുതായിരിക്കുകയാണ്, അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. പല വ്യക്തികളുടെ കണ്ണ് ബൾജിങ്, അങ്ങനെയുള്ള ഒരുപാട് സിംറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ
ഇനി ഈ സെയിം സിംറ്റംസ് കാർക്ക് തൈറോയിഡ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് അത് തെറ്റിദ്ധരിക്കല്ലേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് തെളിയിക്കാവുന്നുള്ളൂ. പിന്നെ അതിന്റെ സിംറ്റംസ് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിന് മാറ്റങ്ങൾ കൊണ്ടുവരാവുന്നുള്ളൂ. അപ്പൊ എന്താ കാര്യം വെച്ചാൽ തൈറോയിഡ് ഗ്ലാൻഡ് നമുക്ക് ഇനഫ് ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ എന്തൊക്കെ ടെസ്റ്റുകൾ ഉള്ളതെന്ന് നോക്കാം. കോമൺ ആയിട്ടുള്ള ടെസ്റ്റുകളാണ് T3, T4, അതേപോലെ TSH അല്ലെ. പലപ്പോഴും പല വ്യക്തികൾ ടോട്ടൽ തൈറോയിഡ് ആണ് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് ഈസി ആൻഡ് ഷോർട്ട് ആൻഡ് മേ ബി ലെസ് കോസ്റ്റ്ലി ആണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാം തൈറോയിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യാനാണ് പറയാം. തൈറോയിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TSH, T3, T4 ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. എന്തിനാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണ്ട വെച്ചാൽ ഓരോ ഹോർമോണിന് അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് കുറവ്, എന്താണ് ആവശ്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ. നമുക്ക് വെറുതെ ഒന്ന് നോക്കിയാൽ ഇത് എന്തൊക്കെയാണെന്ന്. T3 വേഴ്സസ് T4. T4 എന്താണ്? തൈറോക്സിൻ അല്ലെ. അപ്പൊ കോമൺ ആയിട്ട് എന്താണ്? പ്രൈമറി ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ തൈറോയിഡ് ബട്ട് ലാർജ്ലി ഇനാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹോർമോൺ തൈറോയിഡ് ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഇൻആക്റ്റീവ് ആണ്. അത് പ്രവർത്തിക്കാൻ ഡയറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കില്ല. അത് അവിടെ ഇങ്ങനെ എപ്പോഴും തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട്. അതാണ് T4. അപ്പൊ ആക്ച്വലി T4നെയാണ് നമ്മൾ മെഡിസിൻ വഴിക്ക് സപ്ലിമെന്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ. പിന്നെ എന്താണ്, പിന്നെ അടുത്തതാണ് T3. അപ്പൊ T3 എന്താണ്? T3 ആണ് മോർ പോട്ടന്റ് ആൻഡ് ആക്റ്റീവ്. അപ്പൊ ഈ സാധനമാണ് ആക്ച്വലി കോശങ്ങളുടെ കൂടെ പോയിട്ട് പല ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ ഓർമ്മയാണെങ്കിലും ശരി, ദഹനമാണെങ്കിലും ശരി, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് തൈറോയിഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ബോഡിയിലത്തെ ഒരുപാട് മെറ്റബോളിക് ഫങ്ഷൻസ് തൈറോയിഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിലത്തെ ഇമ്പോർട്ടന്റ് ഘടകമാണ് T3. പക്ഷേ നിങ്ങൾ നോക്കിയേ, T4നെയാണ് T3 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. T4 ഓൾറെഡി പ്രസന്റ് ആണ്, അതിന് ആവശ്യം വരുന്ന സമയത്താണ് T3 ആക്കി കൺവേർട്ട് ചെയ്യുക. ക്ലിയർ? അപ്പൊ അത് മനസ്സിലാക്കുക. അത് ആ ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ദിവ്യഗ്രന്ഥി എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ നെറ്റിന്റെ ഇടയിൽ ഒരു ചെറുവിരലിന്റെ നീളത്തിൽ ഉൾഭാഗത്ത് ഒരു ചെറിയൊരു ഗ്രന്ഥി ഉണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്? TSHനെ റിലീസ് ചെയ്യുക, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഹോർമോൺ വരുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ്. അപ്പൊ അതെന്താ ചെയ്യുന്നത്? തൈറോയിഡിനോട് പറയണ മോനെ, നീ T3 ഉണ്ടാക്കേണ്ട സമയമായി, T4 ഉണ്ടാക്കേണ്ട സമയമായി. അപ്പൊ അവൻ ആദ്യം T4 ഉണ്ടാക്കും, T4നെ T3 ആക്കി മാറ്റും. അങ്ങനെ അവൻ ബാക്കിയുള്ള പ്രോസസ്സ്. അപ്പൊ ഇത് തെർമോസ്റ്റാറ്റ് പോലെയാണ്, നമ്മുടെ എയർ കണ്ടീഷനിങ് മെഷീൻ അല്ലെങ്കിൽ ഫ്രിഡ്ജ് പോലെയാണ്. അത് ആവശ്യമുള്ള സമയത്ത് മാത്രമേ അത് ഓൺ ആവുള്ളൂ, ആവശ്യമില്ലാത്ത സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവും. അപ്പൊ ഈ ഓൺ ഓഫ് കണ്ടീഷൻ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ രണ്ട് ബ്രെയിനിന്റെ ഇടയിൽ ഇരിക്കുന്ന ചെറുവിരലിന്റെ അത്രയ്ക്ക് മാത്രമുള്ള ഒരു ചെറിയൊരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അവനാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അത് ഒന്ന് നോക്കിയേ, എന്ത് ഭംഗിയാണ്. TSH ആണ് സിഗ്നൽ കൊടുക്കുന്നത്. വിസിലടിച്ചു ആർക്ക്? തൈറോയിഡ് ഗ്രന്ഥിനോട്. മോനെ T4 ഉണ്ടാക്ക്. ശരി, T4 ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് T3 ഉണ്ടാക്കുക. T3 എന്താണ് ചെയ്യുന്നത്? T3 ആണ് ശരിക്കും ഓടി നടന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ക്ലാസ് മോണിറ്റർ T4, പക്ഷെ പ്രിൻസിപ്പൾ TSH, പക്ഷെ ബാക്കി വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് T3. മനസ്സിലായില്ലേ? ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ നോക്കിയ എന്തൊക്കെ ഫങ്ഷൻസ് ഒരുപാടുണ്ട്. ഗട്ട് മൊബിലിറ്റി. അപ്പൊ എന്താ കാര്യം വെച്ചാൽ നമ്മുടെ വയറ്റിലത്തെ ഒരുപാട് ശോധന അങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, ഹാർട്ടിന്റെ പൾസിനെ നിയന്ത്രിക്കാൻ, തലച്ചോറിന്റെ ഫങ്ഷൻസ്, ഓർമ്മ, ടെൻഷൻ, അങ്ങനെയുള്ള ആൻസൈറ്റി, അത് ഒരുപാട് സൈക്കോളജിക്കൽ ഫങ്ഷൻസ്. പിന്നെ ഇതേ പ്രകാരം മസിലും എല്ലും തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങൾ, എല്ലിന്റെ ആരോഗ്യം, കിഡ്നീന്റെ ക്ലിയറൻസ്, കിഡ്നി ശുദ്ധീകരിക്കാനുള്ള ഇത് ബേസിക് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം പഠിപ്പിക്കുക എന്ന് പറഞ്ഞ മെഡിക്കൽ ക്ലാസ് അല്ല, പക്ഷെ എന്നാൽ പോലും ഒരു അറിവിന് വേണ്ടി ഞാൻ കൊടുക്കുന്ന അത്ഭുതമാണ്. ഈ സകല ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്നതാണ്. അതാണ് ഈ തൈറോയിഡ് കൂടിയ ആൾക്കാർക്ക് ചില സമയത്ത് പറയും ഭയങ്കര നെഞ്ചെടുപ്പുണ്ട്, ഹാർട്ട് ഭയങ്കരമായിട്ട് പട്ടപെട്ടാന്ന് അടിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പൊ നോർമലി വേറെ എന്താ ഓപ്ഷൻ?
അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഹാർട്ടിന്റെ പാൽപിറ്റേഷന് വേണ്ടിയിട്ട് ഡോക്ടറിനെ പോയി കണ്ടിട്ട് അവിടുന്ന് മരുന്ന് അവർ മേടിക്കും. ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടുകൾ വന്ന ഉറക്കത്തിന്റെ ചെറിയ ഡോസ് കാര്യങ്ങൾ ആ മരുന്ന് അവർ മേടിക്കും. എല്ലിന്റെ പ്രശ്നങ്ങൾ, പല ആൾക്കാർക്ക് എല്ല് തേയ്മാനം അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നതിന്റെ ഒരു പങ്ക് ഇവിടെ കൂടെ ഉണ്ട്. മനസ്സിലായ? എല്ലാം കാൽസ്യത്തിന്റെ കുറവ് തന്നെയല്ല, പലതും പല വിഷയങ്ങളാണ്. തലച്ചോറിന് പ്രത്യേകിച്ച് ബ്രെയിൻ ഫങ്ഷൻ, നമ്മുടെ ഇമോഷണൽ ആക്ടിവിറ്റി മൊത്തം ഏകദേശം ബാലൻസ് ചെയ്യുന്ന ഒരു ഭാഗം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ലാസ്റ്റ് കിഡ്നീനെ പോലും പെർഫെക്റ്റ് ക്ലിയറൻസ് ചെയ്യാനും ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ആരാണ്? നിങ്ങൾ എന്തോരം ഫങ്ഷൻസ് അല്ലേ ഇത്. ഇത് വെറുതെ ഒരു ഭാഗം മാത്രമേ ഞാൻ തൊടിച്ച് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ തൈറോയിഡ് നമുക്ക് എന്തോരം ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കിയാ. വെറും ഒരു ഗുളിക കഴിച്ചിട്ട് കാലങ്ങളോളം ഇങ്ങനെ പോയി ഗുളികന്റെ അളവ് കൂടാന്നല്ലാതെ അത് കുറയ്ക്കാൻ വേണ്ടി ഒരു മാർഗം നമ്മൾ കാണണ്ടേ? നമുക്ക് എന്തെങ്കിലും ഒരു റെഫറൻസ് കാണണ്ട. അപ്പൊ അതാണ് ഇവിടെ നോക്കിയേ. ഇതാണ് ഒരു ഒരു ചക്രം കാണിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ നോർമലി ഒരു TSH ലെവലുകളാണ്. TSH ആണെങ്കിൽ അത് 0.5 അങ്ങനെയുള്ള റേഞ്ച് മുതൽ ഒരു 5 വരെ പോകണോണ്ട് കുഴപ്പമില്ല, അത് നോർമലാണ്. അതിന്റെ അപ്പുറത്ത് പോവുകയാണെങ്കിൽ എന്താ സംഭവിച്ചേ? അപ്പൊ അത് TSH ലെവല് 5-നേക്കാളും കൂടുതൽ പോയാൽ തൈറോയിഡ് അണ്ടർ ആക്റ്റീവ് ആണ്. തൈറോയിഡ് ആക്ച്വലി ഫങ്ഷൻ ചെയ്യില്ല. ആ ഫങ്ഷൻ ചെയ്യാൻ തള്ളി കയറ്റാണ് ആര്? TSH. നീ എനിക്കടാ എന്ന് പറഞ്ഞിട്ട് പ്രഷറൈസ് ചെയ്യാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പൊ ആ ഫങ്ഷൻ വീക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു, ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ആ ഹോർമോണിൽ ഇൻക്രീസ് വരും. നീ കറക്റ്റ് ആവ്. നീ എന്താ ചെയ്യുന്നത്? T4 T3 ഉണ്ടാക്ക്. T4 അത് പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ബോഡിക്ക് അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരെ ഓപ്പോസിറ്റിൽ എന്താണ്? TSH ലെവൽ വല്ലാണ്ട് താന്ന് പോവുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ 0.5-നേക്കാളും താഴോട്ട് പോവുകയാണെങ്കിൽ എന്താണ്? നിങ്ങളുടെ തൈറോയിഡ് വളരെ ഹൈപ്പർ ആക്ടിവിറ്റിയാ. പറയാണ്ട് പോലും അവൻ അൺനെസസറി ആയിട്ട് ഈ ഹോർമോൺസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൺനെസസറി ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ട് അതിൻ്റെതായ ദോഷമാണ്. എന്ന് പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം അല്ലേ? അപ്പൊ അങ്ങനെയാണ്. നോക്കേ, ഈ പടാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ്. ഈ ലിവറിന്റെ ഫങ്ഷൻ നിങ്ങൾ നോക്കാം. തൈറോയ്ഡ് എവിടെ കിടക്കുന്നു, ലിവർ എവിടെ കിടക്കുന്നു? ഈ ലിവറാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ചുമന്ന കോശങ്ങളുടെ ഡീകമ്പോസിഷൻ, അതിനെ ശരിക്കും പറഞ്ഞാൽ പ്രസ് റിലീസിൽ ഇറക്കണ പോലെ ഇറക്കുക, എന്നിട്ട് പഴകിയ രക്തകോശങ്ങളെ തിരിച്ച് എടുത്തിട്ട് ദഹിപ്പിച്ച് കളയുക. ഇതേപോലെ മെറ്റബോളിസത്തിന് വേണ്ടി നമ്മൾ തിന്നുന്ന ആഹാരത്തിനെ ദഹിപ്പിക്കുക, കൊളസ്ട്രോൾ കാര്യങ്ങൾ, പ്രോട്ടീൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും, ബയല്, പിത്തഗ്രന്ഥി, ടോക്സിൻസ്, വിഷം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കളയാൻ വേണ്ടിയിട്ട്, ഇതേ പ്രകാരം തന്നെ വൈറ്റമിൻസിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടൊക്കെ അതിന് സഹായിക്കുന്നുണ്ട്. ബ്ലഡിന്റെ കോമ്പസിഷൻ എന്ന് പറഞ്ഞാൽ HDL LDL അങ്ങനെ അത് മാത്രമല്ല, RBC WBC എന്ത് സാധനമാണെങ്കിലും അതിനെ പോലും കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നമുക്ക് ആവശ്യമുള്ളത് ഹോർമോണിന്റെ കൺട്രോൾ ചെയ്യുന്ന ആരാണെന്ന് നോക്കിയേ, ലിവറാണ്. ഈ ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരത്തിന്റെ വളർച്ച, സ്ത്രീ പുരുഷന്റെ ശരീരത്തിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റി, ഒരു പ്രായമായി കഴിഞ്ഞതിന് ശേഷമുള്ള പല ആക്ടിവിറ്റി, തൈറോയിഡിന്റെ ഫങ്ഷൻസിന്റെ ആക്ടിവിറ്റി, ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പോലും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ലിവറാണ്. നിങ്ങൾ ചിന്തിക്കുക, കഥ എവിടെ നിന്ന് പോയി? തൈറോയിഡിന്റെ ഗ്രന്ഥി, അതിനെ കൺട്രോൾ ചെയ്യുന്ന പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിലത്തെ പല ഫങ്ഷൻസ്. പക്ഷെ ഈ സകല സാധനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലിവറിൽ നിന്ന്. ഒരുവിധം 500-600 ഫങ്ഷൻസ് ആണ് ലിവർ ചെയ്യുന്നത്. അത്രയും പവർഫുൾ ആണ് ലിവർ. ഇവിടെ ഞാൻ എപ്പോഴും തമാശ രൂപത്തിൽ മീറ്റിങ്ങുകളിൽ പറയുന്ന കാര്യമുണ്ട്. കാരണം എവിടെ പോയാലും, ഏത് രാജ്യത്ത് പോയാലും, ഞാൻ ഒരുവിധം പാട്ടുകൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിനെ നമ്മൾ പറയുന്നത് അവൻ എൻ്റെ കരളാണ്, അവൾ എൻ്റെ കരളാണെന്ന് പറയാ. അല്ലാണ്ട് എൻ്റെ കണ്ണോ എൻ്റെ മൂക്കോ അല്ലെങ്കിൽ തക്കാളിയോ അങ്ങനെ ഒന്നല്ല പറയുന്നത്. കരൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആ. പഴയ കാലത്തെ ആൾക്കാർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ്, ഒരു പക്ഷെ കവിതകളിൽ പലതും അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കരൾ എന്നാണ് വിളിക്കുന്നത്. അവൻ എൻ്റെ ചങ്ക് ബ്രോ ആണ് എന്ന് പറഞ്ഞിട്ട് അവൻ എന്താ വെച്ചാൽ, അത് ലേറ്റസ്റ്റിൽ വന്നു കഴിഞ്ഞാലും അത് അൾട്ടിമേറ്റ്ലി റിലേറ്റ് ചെയ്യുന്നത് ലിവറിനോട് തന്നെയാണ്. അപ്പൊ നോക്കാം, ഈ ഇതിന്റെ ഫങ്ഷൻസിന്റെ ചെറിയൊരു ഡയഗ്രാം കാണിച്ചു എന്ന് മാത്രം. റിസപ്റ്റർ കാര്യങ്ങളുണ്ട്. ലിവറിൽ നിന്ന് പോണ പല റിസപ്റ്റേഴ്സ് പോണ സമയത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് പോയി അവൻ അവിടുന്ന് ആക്ടിവേറ്റ് ചെയ്യാണ്. പിന്നെ
എഡ്രീനൽ കോർട്ടക്സ് ബ്രെയിനിൽ പല ഫങ്ഷൻസിനെ അവൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഫങ്ഷൻസ് പിന്നെ അവിടുന്ന് മുന്നോട്ട് ഡിസ്ട്രിബ്യൂഷൻ വല്ലാണ്ട് ടെക്നിക്കലിലേക്ക് ഞാൻ പോണില്ല. ഒന്ന് മാത്രം മനസ്സിലാക്കുക, അതൊക്കെ മെഡിക്കൽ ആൾക്കാരുടെ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പല നിയന്ത്രണങ്ങൾ, ചൂട് ശരീരത്തിനെ തണുപ്പിക്കാൻ, തണുപ്പ് ശരീരത്തിനെ ചൂടാക്കാൻ, ബ്രെയിനിനെ ബാലൻസ് ചെയ്യാൻ, അമിതമായ ടെൻഷൻ വന്നാൽ റിലാക്സ് ചെയ്യാൻ, അങ്ങനെ ശരീരത്തിന്റെ സമ്പൂർണ്ണ താളത്തിനെ നിയന്ത്രിക്കുന്ന അത്രയും പവർഫുൾ ഒരു ഓർഗനാണ് തൈറോയിഡ്. അപ്പൊ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് കുർക്കുമ എലിക്സിർ. ഇപ്പൊ പുതിയ പേര് കുർക്കുമ എലിക്സോർ. കാരണം ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ ആ പേര് മാറ്റേണ്ടി വന്നു. ഓൾറെഡി വേറെ എന്തോ കമ്പനികൾക്ക് പേരുള്ള കാരണം കൊണ്ട് എലിക്സോർ എന്നാക്കേണ്ടി വരും. ELYXOR അങ്ങനെ ആക്കേണ്ടി വന്നു. അപ്പൊ എന്താ കാര്യം വെച്ചാൽ ഇത് മഞ്ഞളിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. തെറ്റായ ലാംഗ്വേജ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇത് കുർക്കുമിൻ അങ്ങനെ കാര്യങ്ങളല്ല. ഇത് വെറും മഞ്ഞൾ, പച്ച മഞ്ഞളിൽ നിന്ന് എടുത്തിരിക്കുന്ന എക്സ്ട്രാക്റ്റ് ആണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് മഞ്ഞളിന്റെ ക്ലാസ്സിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് ആ ഒരു ക്ലാസ് കൂടെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. മഞ്ഞളിൽ ഒരുപാട് ഹെവി മെറ്റൽസ് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടേഴ്സ് ഇത് അധികം കഴിക്കരുതെന്ന് പറയാനുള്ള കാരണം. പക്ഷെ നമ്മൾ ഈ ഹെവി മെറ്റൽസ് കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഗുണങ്ങൾ മാത്രം എടുത്ത കാരണം കൊണ്ട് നമുക്ക് ബോഡിയിൽ ഒരുപാട് അത്ഭുത ഫങ്ഷനുകൾ ഇവൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് കുർക്കുമ എലിക്സോർ. അപ്പൊ ഇതെങ്ങനെയാണ് കഴിക്കുക? നോർമലി തൈറോയിഡ് ഉള്ള വ്യക്തികൾ, ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ രാവിലെ ഒരു 5 മില്ലിയോ 10 മില്ലി ധാരാളമാണ്. പക്ഷെ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മരുന്ന് ആദ്യം കഴിക്കണം കേട്ടോ. അത് ഹോർമോൺ ആണ്. അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുർക്കുമ എലിക്സർ ഉപയോഗിക്കാവൂ. അപ്പൊ ഷുഗർക്കാരാണെങ്കിൽ 5 മില്ലി ആണ്. അത് ഷുഗർ ശകലം ഗ്രോത്ത് കാണിക്കുകയാണെങ്കിൽ അത് 2 മില്ലിയോ 1 മില്ലി ആക്കി മാറ്റാം. പക്ഷെ നോർമലി തൈറോയ്ഡ് ഉള്ളവർക്ക് 10 മില്ലി ആണ് നമ്മൾ കോമൺ ആയിട്ട് പറയാറ്. ഏത്? ആഫ്റ്റർ ഹാവിങ് ദ മെഡിസിൻ ട്ടാ. കാരണം ഇത് മെഡിസിൻ അല്ല, മെഡിസിൻ ആയിട്ട് ബുദ്ധിമുട്ട് പാടില്ല. വെറും വയറ്റിൽ ഏറ്റവും ഫസ്റ്റ് ചെല്ലേണ്ടത് നിങ്ങളുടെ അലോപ്പതി ഡോക്ടർ കൊടുത്തിരിക്കുന്ന ആ ഔഷധം തന്നെയാണ്. ഇത് ഔഷധമാണോ? അല്ല. ഇത് ഇപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ 9 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ശരീരത്തിലുള്ള അഴുക്ക്, ടോക്സിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് എ ട്രീറ്റ്മെന്റ്. അത് അത്രയ്ക്ക് മാത്രം മനസ്സിലാക്കാം. കാരണം ഇത് മാത്രം ചെയ്യുമ്പോൾ തന്നെ പല ആൾക്കാർക്ക് അത്ഭുതമായ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ചില ഗോയിറ്റർ കേസുകളുണ്ട്. കഴുത്തുമൊക്കെ വല്ലാണ്ട് മുഴച്ച് നിൽക്കുന്ന അങ്ങനെയുള്ള കേസുകളുണ്ട്. നോർമൽ തൈറോയ്ഡുകാർക്കും ചെയ്യാം. ഇപ്പൊ പീരിയഡ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഹോർമോണിന്റെ ഇംബാലൻസ് അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. സ്ത്രീകളുടെ PCOD അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അവർക്ക് പോലും ഈ കാര്യങ്ങൾ ചെയ്യാം. ഇനി അതില്ല, നമുക്ക് വെറുതെ ഒരു രസത്തിന് ഇത് കഴിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല. ഇത് രാത്രി കിടക്കുന്ന സമയത്താണ്. എന്താ വെച്ചാൽ നോനി പഴത്തിന്റെ ഒരു ജ്യൂസാണ്. ഈ നോനി പഴത്തിന്റെ ജ്യൂസ് 10 മില്ലിയേ ആവശ്യമുള്ളൂ. പക്ഷെ അശോകമരം, ഈ അശോകമരം എന്താണെന്ന് അറിയാത്ത വ്യക്തികളാണ്. ഞാൻ അതാണ് ഈ മരത്തിന്റെ ഫോട്ടോ ഇട്ടത്. ഇത് ചില സ്ഥലത്തൊക്കെ ഉരുണ്ട മരമാണ്, ചില സ്ഥലത്ത് നേരെ ഇങ്ങനെ നീളേന പോണ ഒരു മരമാണ്. അലങ്കാര സസ്യമാണ്. പക്ഷെ ഇതിന്റെ തൊലി കിട്ടും ട്ടോ. ആയുർവേദ കടകളിൽ ഇതിന്റെ സ്കിന്ന് കിട്ടും, ബാർക്ക് കിട്ടും. ആ ബാർക്ക് അല്ലെങ്കിൽ ആ തൊലി എടുത്തിട്ട് ഒരു കഷ്ണം മതി, കരുവാപ്പട്ടേന്റെ പോലത്തെ ഒരു ചെറിയൊരു തൊലിന്റെ ഒരു കഷ്ണം മതി, വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പൊ പലരും ചോദിക്കാറുണ്ട് എത്ര വെള്ളം എടുക്കണം. അത് സത്യം പറഞ്ഞ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ആവശ്യമുള്ളൂ. അപ്പൊ അത് ഏകദേശം ഇപ്പൊ ഒരു 3 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ 1.5 ഗ്ലാസ് ആയി വറ്റുന്നവരെ ഈ മറ്റേ ഈ അശോക തൊലി ഇട്ടിട്ട് തിളപ്പിക്കുക. തിളച്ച ആറിയ വെള്ളത്തിൽ നോനി ഒരു 10 മില്ലി ഒഴിച്ചിട്ട് രാത്രി സമയത്ത് ഒന്ന് കഴിക്കുക. ഇറ്റ് ഈസ് ഓൺലി എ ഫുഡ് സപ്ലിമെന്റ്, ക്യാൻ ബി കൺസ്യൂംഡ്. ഇതിന് തൈറോയിഡ് വേണം എന്നൊന്നുമില്ല. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ മക്കൾക്ക് ഒരു പക്ഷേ ഓർമ്മക്കുറവ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ഹൈപ്പർ ആക്ടിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലും തോന്നാണ്. അപ്പൊ അത് ഹോർമോണിന്റെ ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫുഡ് സപ്ലിമെന്റ് കൊടുക്കണമെന്ന് മാത്രമേ. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാൻ കാരണം മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ എന്താണ്? നോനി പഴത്തിന്റെ ജ്യൂസ് എന്തിലിടണം? അശോക മരത്തിന്റെ തൊലി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമ്മൾ ഇത് 10 മില്ലി ഒഴിച്ചിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് കഴിക്കുക. അപ്പൊ
ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പിന്നെ ചില വ്യക്തികൾക്ക് മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ചീറ്റൽ തുമ്മല് ഇപ്പൊ തൈറോയിഡിന്റെ വിഷയം കാരണം കൊണ്ടുള്ള അലർജി ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർ വളരെ സിമ്പിളാണ്. ചെറിയൊരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ ചെറുനാരങ്ങേന്റെ നീര് പിഴിഞ്ഞെടുക്കുക ട്ടാ. ചെറുനാരങ്ങേന്റെ നീര് പിഴിയുക. ഒരു തുള്ളി തേൻ. എന്താണ്? ഏത് തേനാണെങ്കിലും കുഴപ്പമില്ല. പലരും ചോദിക്കും ഏത് തേനാ വേണ്ട. അങ്ങനെ ഒരു വിഷയമില്ല. ശുദ്ധമായ തേൻ ഏത് കിട്ടിയാലും കാട്ടുതേനാണെങ്കിലും എന്താണെങ്കിലും അത് ഒരു തുള്ളി മതി. അതിലൊരു 10 മില്ലി കുർക്കുമ ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നോർമൽ അലർജികൾക്കൊക്കെ നല്ലതാണ്. ESRനൊക്കെ നല്ലതാണ്. അപ്പൊ അത്രയ്ക്ക് മാത്രം നമ്മൾ പറയുള്ളൂ. വീണ്ടും പറയാണ്, ഇത് മെഡിസിൻ അല്ലേ അല്ല. ഇപ്പൊ അലർജി ഉണ്ടാക്കുന്ന ഇവിടെ ഒന്നും മാത്രം മനസ്സിലാക്കുക, ഏറ്റവും കോമൺ പ്രോബ്ലം അലർജിന്റെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ആഹാരം പിന്നെ കഴിക്കരുത്. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ആഹാരം ഭക്ഷിക്കുക. അത് പിന്നത്തെ ആവശ്യത്തിന് വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് പല ആൾക്കാർക്ക് അലർജി ഉണ്ടാവാനുള്ള മെയിൻ കാരണം. അതേപോലെ അമിതമായ തണുത്ത വെള്ളമൊക്കെ കഴിക്കുക. അത് ബോഡീന്റെ ബാലൻസിങ്ങിനാണ്. നോർമൽ ടെമ്പറേച്ചർ വെള്ളമൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഇതാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കാം. വീണ്ടും ഞാൻ അടുത്ത ഓരോ ടോപ്പിക്കുകൾ എടുക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ MKR CSM ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി അങ്ങനെ വേറെ ലാംഗ്വേജുകൾ കൂടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ മലയാളത്തിനാണ് ഇട്ടിരിക്കുന്നത്. അതിന് ഗുണം എന്താ വെച്ചാൽ മലയാളി ഇല്ലാത്ത സ്ഥലമില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചൊവ്വാഗ്രഹത്തിൽ പോലും മലയാളികൾ ഉണ്ടായിരിക്കും എന്നാണ്. ഇവരൊക്കെ കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഒരു സഹോദരൻ അവിടെ കാണും. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. ലോകത്ത് ഏത് അറ്റത്ത് എത്തണമെങ്കിലും മലയാളിനോട് പറഞ്ഞാൽ മതി, അത് അങ്ങ് ആ അറ്റത്തേക്ക് എത്തും. പതുക്കെ ഹിന്ദിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. 100% ഹിന്ദിയും ഇംഗ്ലീഷും ആണ് നമുക്ക് കോമൺ ആയിട്ട് ആവശ്യമുള്ളൂ. പക്ഷേ ബേസിക്കലി ഐ എം ഗിവിങ് ഇറ്റ് ഓവർ ഹിയർ ബിക്കോസ് വേൾഡ് റെപ്രസെൻറ്റേറ്റീവ്, ഈ ഭൂമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അത് മറ്റുള്ളവരെ കുറവ് പറയുന്നതല്ല കേട്ടോ. ദയവ് ഇത് ക്ഷമിക്കുക. അങ്ങനെ ആർക്കെങ്കിലും തോന്നൽ വരരുത്. കാരണം ഞാൻ പോയ എല്ലാ രാജ്യത്തും എനിക്ക് മലയാളികളെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. പല രാജ്യത്ത് പോയപ്പോൾ ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഇത് കേരളമാണോ അതോ വേറെ രാജ്യമാണോ എന്ന്. അത്രയും അതിശയിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ചിന്തിക്കുക. അപ്പൊ MKR CSM യൂട്യൂബ് ചാനലിലേക്ക് തൈറോയിഡിന് പറഞ്ഞിരിക്കുന്ന സപ്ലിമെന്റ്സ് പ്രത്യേകിച്ച് മനസ്സിൽ വെക്കുക. എന്തൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, രാവിലെ കുർക്കുമ എലിക്സിർ. അലർജി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുർക്കുമ എലിക്സിർ കഴിക്കുക. ഇളം ചൂട് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് ചെറുനാരങ്ങേന്റെ നീര്, അതപ്രകാരം ഒരു തുള്ളി തേൻ. അലർജി ഉണ്ടെങ്കിൽ മാത്രം, അതർവൈസ് കുർക്കുമ മതി. തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ തൈറോയിഡിന്റെ മരുന്ന് മാത്രം കേട്ടോ. തൈറോയിഡിന്റെ മരുന്ന് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവൂ. തൈറോയിഡിന്റെ മരുന്ന് കഴിക്കണമെങ്കിൽ. മരുന്ന് നിർത്താൻ പാടില്ലട. പ്രത്യേകിച്ച് ഞാൻ പറയണ മരുന്ന് നിർത്തരുത്. ഇഫ് യു സ്റ്റാർട്ട് സീയിങ് ചേഞ്ചസ്, കൺസൾട്ട് യുവർ ഡോക്ടർ. നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറിനോട് ചോദിക്കുക. ഇന്നലെ മിഞ്ഞാന്ന് ഇതേപോലെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, 100-120 കഴിച്ചിരുന്നതാണ്. ചെറുപ്പം മുതൽ ഉണ്ടായിരുന്ന തൈറോയിഡാണ്. പക്ഷെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇന്ന് 10 mg മാത്രം ആൾക്ക് മതി. അപ്പൊ അങ്ങനെയാണ് ആള് പറഞ്ഞത്. വലിയ സന്തോഷമായി. കാരണം അതീന്ന് ഒരു മോചനം കിട്ടാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മുടെ ജീവിതശൈലി വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ ജോഗിങ്, അതേപോലെയുള്ള എക്സസൈസുകൾ, അതേപോലെ വല്ലാണ്ട് സ്ട്രെസ് എടുക്കാണ്ടിരിക്കുക, ആഹാരം ഫ്രഷ് ആയിട്ടുള്ളത് കഴിക്കുക, സമയം കൃത്യനിഷ്ഠ പാലിക്കുക. മോഡേൺ ആയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മോഡേൺ ആയി, ഐ ആം എ ലേറ്റസ്റ്റ് പേഴ്സൺ, ഐ ആം എ ഹൈഫൈ ഗൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ആസ്പത്രികൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കാരണം ഉറപ്പായിട്ടും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഹോസ്പിറ്റലുള്ളവരാണ്. എൻ്റെ കൂട്ടത്തിലുള്ള നിയർലി 80-90% എല്ലാവരും ഡോക്ടേഴ്സ് തന്നെയാണ്. കാരണം അവർക്കും ഇത് ഇത് ഒന്നാമത് ഇത് കേട്ടാൽ പലരും ഉപയോഗിക്കില്ല, വിഷയമില്ല, അത് സാരില്ല. പക്ഷേ ദർ ഈസ് നോ ഹാം ഇൻ ട്രൈങ് ഔട്ട്. ഞാൻ ഒന്ന് മാത്രമേ പറയുള്ളൂ അവസാനിപ്പിക്കുന്ന സമയത്ത്. ഇത് പരീക്ഷിച്ച് നോക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? നമ്മൾ എന്തോരം പൈസ നമ്മൾ കളയുന്നുണ്ട് പല ആഹാരത്തിൽ, പല ഇതുകളിൽ. അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാൽ നല്ലതെന്ന്. ഇല്ലെങ്കിൽ വേണ്ടാന്ന്. ഒരു ആഹാരമല്ലേ കഴിച്ചിട്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളില്ലാന്ന്. ഇതിന് ഇന്ന രോഗം വേണമെന്നോ അങ്ങനെ ഒന്നുമേ ഇല്ല. അപ്പൊ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. അടുത്ത വീഡിയോന് വേണ്ടി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് പല ആൾക്കാർക്ക് ഇത് പ്രൊമോട്ട് ചെയ്യുക. ഇത് ഞാൻ പ്രത്യേകിച്ച് പ്രൊമോഷൻ്റെ ഒരു കാര്യം പറയുന്നത്, നിങ്ങളുടെ ഫാമിലി
ഇത് പ്രത്യേകിച്ച് എല്ലാവർക്കും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് പറയാം ഇന്ന സയന്റിസ്റ്റ് ഇട്ടിരിക്കുന്ന ചില ഇതുകളെന്ന്. അതൊക്കെ പല ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കണമെന്നില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരണം. മേ ബി 1% ഓർ 2% അത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ ആ 2% ഒരു റിസൾട്ട് കിട്ടട്ടെ, അത്രയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും റിസൾട്ട് കിട്ടുമോ എന്നുള്ള അടുത്ത ചോദ്യമാണ്. ഇല്ല, 100 ആൾക്കാർ മേടിച്ചാൽ അതിൽ നിന്ന് ഏകദേശം 60-70% കിട്ടും. ഇഫ് ദെയർ ഡിസീസ് ഈസ് നോട്ട് ഇൻ ദ എക്സ്ട്രീം, അതർവൈസ് ദേ ക്യാൻ, അല്ലെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. എക്സ്ട്രീം കേസുകൾക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എക്സ്ട്രീമിന്റെ ബൗണ്ടറി എന്താണെന്ന് പലരും ചോദിക്കും. വീണ്ടും ഞാൻ പറയാണ്, എത്ര വർഷമായി എന്നുള്ളതല്ല, ചിലവർക്ക് അത് പെട്ടെന്ന് ഡാമേജ് വന്നിട്ടുണ്ടാവും, ചിലർക്ക് ഡാമേജ് വരാത്തവരുണ്ട്. അതിന് അതിൻ്റെതായ നമ്മുടെ ബോഡിയിലുള്ള ലിവർ ക്ലെൻസിങ് അല്ല ലിവർ സപ്പോർട്ടിങ്, ഇമ്മ്യൂണിറ്റി കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുമ്പോൾ നമുക്ക് റിസൾട്ടുകൾ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ്. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.